നമ്മുടെ പ്രിയപ്പെട്ട കുഞ്ഞുമച്ചായ ബഹുമാനാർത്ഥമാണല്ലോ നമ്മളെല്ലാവരും ഇവിടെ കൂടി വന്നിരിക്കുന്നത്. അതുകൊണ്ട് കുറച്ചുകൂടെ അടുത്തിരിക്കാമെങ്കിൽ നമുക്കെല്ലാം കേൾക്കുകയും കാണുകയും ചെയ്യാം. നന്ദിയോടെ ഞാൻ ഇന്നു നന്ദി ചൊല്ലുന്നു. അറിയാത്ത മകളും എനിക്കേകിടും കൃപാവിധേ യാചിക്കാത്ത നന്മകൾ പോലും എനിക്കേകിയോടെ നന്ദിയോടെ ഞാൻ എന്റെ യേശുനാഥാ എനിക്കായി നീ ചെയ്തോരോ നന്മയ്ക്കും എന്നു നന്ദി ചൊല്ലുന്നു. യഹോവയെ ഞാൻ ആശ്രയിക്കുന്നു, ഞാൻ എടുത്താളും രക്ഷിച്ചു പോകരുത്. ക്രൂരതയും ഉള്ളവന്റെ നേരം അതിന് തന്നെ വിധിക്കണം. യഹോവയായ കർത്താവേ, നീ എൻ്റെ പ്രത്യാശയാവുന്നു. ബാല്യം മുതൽ നീ എൻ്റെ ആശ്രയം തന്നെ. ഗർഭം മുതൽ നീ എന്നെ താങ്ങിയിരിക്കുന്നു. എൻ്റെ അമ്മയുടെ ഉദരത്തിൽ നിന്ന് എന്നെ എടുത്തവൻ നീ തന്നെ. എൻ്റെ സ്തുതി എപ്പോഴും നിന്നെക്കുറിച്ചാവുന്നു. വാർദ്ധക്യകാലത്ത് നീ എന്നെ തള്ളിക്കളയരുത്. നിലത്തിരിക്കുമ്പോൾ എന്നെ ഉപേക്ഷിക്കരുത്. എൻ്റെ ശത്രുക്കൾ എന്നെക്കുറിച്ച് സംസാരിക്കുന്നു. എൻ്റെ പ്രാണഹാനിക്കായി കാത്തിരിക്കുന്നവർ കൂടി ആലോചിക്കുന്നു. ദൈവം അവനെ ഉപേക്ഷിച്ചിരിക്കുന്നു. എന്നോർക്കും മൂടിപ്പോട്ടെ. ഞാനോ എപ്പോഴും പ്രത്യാശിക്കും. ഞാൻ മേൽക്കുമേൽ നിന്റെ സ്ത്രീക്കും നിന്റെ നീതിയെ മാത്രം ഞാൻ കീർത്തിക്കും. ദൈവമേ, എൻ്റെ ബാല്യകാലം മുതൽ നീ എന്നെ ഉപദേശിച്ചിരിക്കുന്നു. ഇന്നുവരെ ഞാൻ നിന്റെ അത്ഭുത പ്രവൃത്തികളെ അറിയിച്ചിരിക്കുന്നു. ദൈവമേ, അടുത്ത തലമുറയോട് ഞാൻ നിന്റെ യുദ്ധത്തെയും വരുവാനുള്ള എല്ലാവരോടും നിന്റെ വീരപ്രവൃത്തിയും അറിയിക്കുവോളും വാർദ്ധക്യവും നിലയുള്ള കാലത്തും എന്നെ ഉപേക്ഷിക്കരുത്. ദൈവമേ, നിന്റെ നീതിയും അത്യുന്നതമായിരിക്കുന്നു. മഹാകാര്യങ്ങളെ പ്രവർത്തിച്ചിട്ടുള്ള ദൈവമേ, നിന്നോട് തുല്യനാരുള്ളൂ. അനവധി കഷ്ടങ്ങളും അനർത്ഥങ്ങളും ഞങ്ങളെ കാണുവാനാത്തവനെ നീ ഞങ്ങളെ വീണ്ടും ജീവിപ്പിക്കും. ഭൂമിയുടെ ആഴങ്ങളിൽ നിന്ന് ഞങ്ങളെ തിരികെ കയറ്റും. നീ എൻ്റെ മഹത്വം വർദ്ധിപ്പിച്ചു. എന്നെ വീണ്ടും ആശ്വസിപ്പിക്കണമേ. എൻ്റെ ദൈവമേ, ഞാനും വീണകൊണ്ട് നിന്നെയും നിന്റെ വിശ്വസ്തതയും സ്തുതിക്കും. ഇസ്രായേലിൻ്റെ വശനായുള്ളവരെ ഞാൻ നിന്നെ കൊണ്ട് സ്തുതി പാടും. ഞാൻ സ്തുതി പാടുമ്പോൾ എൻ്റെ അതിരങ്ങളും നീ വീണ്ടെടുത്ത് എൻ്റെ പ്രാണം പോഷിച്ചാണ് നിൽക്കും. ഉപകാരങ്ങളൊന്നും മറക്കരുത്. ഞങ്ങളെ അധ്വാനികമായി സ്നേഹിക്കുകയും കരുതുകയും പരിപാലിക്കുകയും വഴിനടത്തുകയും ചെയ്യുന്ന കർത്താവേ, തിരുമുഖത്തേക്ക് നോക്കുവാൻ യഹോവ ഞങ്ങളുടെ ആശ്രയമാണ്. അവൻ ഞങ്ങളുടെ രക്ഷകനാണ്. അവൻ ഞങ്ങളുടെ പാറയും ഞങ്ങളുടെ വീണ്ടെടുപ്പുകാരനാണ് എന്ന് പറയുവാൻ പ്രാർത്ഥിപ്പാൻ തക്കവണ്ണം ഒരവസരം കൂടെ നൽകിയല്ലോ. സ്തോത്രം. പ്രത്യേകിച്ച് ഈ സമയത്ത് പ്രിയപ്പെട്ട കുഞ്ഞുമച്ചായി വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, കഴിഞ്ഞ 84 വർഷത്തിൽ 84ാമത് ജന്മദിനം കൊണ്ടാടുവാനുള്ള വലിയ ഭാഗ്യവും പദവിയും നീയുടെ ദാസന് നൽകിക്കൊടുത്ത വലിയ കൃപയ്ക്കായി സ്തോത്രം. അനേകർ പട്ടുപോയപ്പോൾ, അനേകർ വീണുപോയപ്പോൾ
നിന്റെ ദാസനോടുകൂടി ഒന്നിച്ച് ജീവിച്ചവർ, ഒന്നിച്ച് പഠിച്ചവർ, ഒന്നിച്ച് പ്രവർത്തിച്ചവർ ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു പോയപ്പോൾ കർത്താവെ നിന്നിൽ ആശ്രയിച്ചുകൊണ്ട് ഒരു വർഷം കൂടെ, ഒരു ദിവസം കൂടെ ജീവിപ്പാണ് കൃപ എൻ്റെ ദാസനും ഞങ്ങൾക്ക് എല്ലാവർക്കും നൽകി തന്ന് നീ നിലനിർത്തിയിരിക്കുന്നതിന് കൃപയ്ക്കായി സ്തോത്രം. കർത്താവെ കോവിഡിൻ്റെ വലിയ പ്രതിസന്ധി മനുഷ്യാകുലത്തിന് മുഴുവൻ ആത്മാനം ഉണ്ടാക്കിയ ഭയപ്പാടിൻ്റെയും ഭീതിയുടെയും അനുഭവങ്ങൾ ഞങ്ങളുടെ പരിചയത്തിലും ഞങ്ങളുടെ ചാർച്ചയിലും പെട്ട അനേകം മരണപ്പെട്ടു പോയതായ അനുഭവങ്ങൾ കർത്താവെ അകലം കാത്ത്, അകലം സൂക്ഷിച്ച് അകന്നിരിക്കേണ്ടി വന്നതായ അനുഭവങ്ങൾ. എന്നാൽ ഇതിൻ്റെ എല്ലാ മധ്യത്തിലും നീ ഞങ്ങളെ നിന്റെ കരങ്ങളിൽ വഹിച്ച് അത്ഭുതകരമായി കാത്തു പരിപാലിച്ചു. ഞങ്ങൾ ജീവനോടിരിക്കുന്നത് തന്നെ ഒരു വലിയ അത്ഭുതമാകുന്നു എന്ന് പറയത്തക്ക വിധത്തിൽ നീ ഞങ്ങളെ നിലനിർത്തിയിരിക്കുന്നതിനാൽ സ്തോത്രം. അതുകൊണ്ട് പ്രിയപ്പെട്ട ദാസനെയും ജന്മദിനത്തിൽ ഞങ്ങൾ ഒന്നിച്ചു ചേർന്ന് എൻ്റെ ദാസനെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുവാൻ, എൻ്റെ ദാസനിലൂടെ കുടുംബത്തിന്, കുഞ്ഞുങ്ങൾക്ക്, പ്രിയപ്പെട്ടവർക്ക്, സഹോദരങ്ങൾക്ക്, ബന്ധുമിത്രാദികൾക്ക്, ചാർച്ചക്കാർക്ക്, സ്നേഹിതർക്ക്, സഹവിശ്വാസികൾക്കൊക്കെ ലഭിച്ചതായ എല്ലാ പ്രോത്സാഹനത്തെയും കരുതലിനെയും നന്ദിയോടുകൂടി ഓർത്ത ദൈവത്തിന് നിനക്ക് സ്തോത്രം ചെയ്യുവാൻ. കർത്താവേ നിനക്ക് നന്ദി, നിനക്ക് സ്തോത്രം. പറഞ്ഞു തീരാത്ത ദാനങ്ങളാൽ ദൈവത്തിന് സ്തോത്രം പറയുവാൻ കർത്താവെ ഞങ്ങളെല്ലാവരെയും കൂട്ടുവരുന്നതിനായി സ്തോത്രം. ഞങ്ങൾക്കൊന്നും പുകഴുവാനില്ല, ഞങ്ങൾക്കൊന്നും പ്രശംസിപ്പാനില്ല. ഏത് മനുഷ്യരും ഉറച്ചു നിന്നാലും ഒരു ശ്വാസമത്രയാകുന്നു. ഞങ്ങളുടെ ക്ഷണികളെയും താൽക്കാലികളെയും എപ്പോഴും ഓർത്ത് ലഭിക്കുന്ന അവസരങ്ങൾ ദൈവത്തിന് പ്രസാദകരമായ ജീവിതം നയിപ്പാൻ, മനുഷ്യർ പ്രയോജനകരമായ ജീവിതം നയിപ്പാൻ ഞങ്ങളെ എല്ലാവരെയും എല്ലായ്പ്പോഴും നീ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കും. അനുഭവം എല്ലായ്പ്പോഴും ആകണമെന്നില്ല, മറിച്ച് അത് ഭാഗ്യകരമായ ചില നിമിഷങ്ങളൊക്കെ അനുഭവിക്കുന്നതിന് വേണ്ടി കൊണ്ടുവരുന്നതാണ്. അത്തരത്തിലുള്ള ഭാഗ്യകരമായ ചില നിമിഷങ്ങളാണ് ഇന്നലെയും ഇന്നും പ്രിയപ്പെട്ട കുഞ്ഞുമോൻക്കാൻ ലഭിച്ചത്. എൻ്റെ ദൈവം എന്നോടുകൂടെ വസിക്കുന്നുണ്ടായിരുന്നു. എൻ്റെ ദൈവം എന്നോടുകൂടെ വസിക്കുന്നുണ്ടായിരുന്നു. ഒരു അമ്മായിയപ്പനെ കുറിച്ച് മരുമകൾ പറയുക, ഇടവക പട്ടക്കാരോട് പറയാണ്, എൻ്റെ അമ്മായിയപ്പൻ്റെ പപ്പാച്ചിയുടെ ജന്മദിനം നമ്മൾ നടത്തണം, അവിസ്മരണീയമാക്കണം. യഹോവയെ ഭയപ്പെട്ട് വഴികളിൽ ആശ്രയിക്കുന്ന ഏവനും അച്ഛൻ പറഞ്ഞ വാക്കുകളൊക്കെ ഞാൻ ഓർക്കുകയായിരുന്നു. കഴിഞ്ഞ 52 വർഷങ്ങളുടെ ബന്ധമാണ്. Any major decisions in my family, I used to consult. Any major decisions in my family, I used to consult. 5 വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങളൊരു പെഴ്സീൻ ബോട്ട് ഇറക്കി, ആധുനിക പെഴ്സീൻ ബോട്ട്. അപ്പോൾ ഇറക്കുന്നതിന് മുൻപേ ചടങ്ങുണ്ടോ? അപ്പോൾ ഞാൻ പറഞ്ഞ ചടങ്ങൊന്നുമില്ല, പക്ഷേ കുഞ്ഞുമോൻ വന്ന് ലോഞ്ച് അങ്ങനെ യാട്ടിലേക്ക് വരാൻ തക്കവണ്ണമുള്ള ആരോഗ്യം അങ്ങനെ പൊതുവിൽ അച്ഛൻ പറഞ്ഞതുപോലെ ചില പ്രശ്നങ്ങളിൽ പ്രായം കാണുമല്ലോ. അപ്പം ഞാൻ കുഞ്ഞുമോട് ഒന്ന് പറഞ്ഞു, കുഞ്ഞുമോനെ എൻ്റെ ബോട്ട് ഇറക്കാണ്, ശുദ്ധമൻ ലോഞ്ച് തന്നെ തീർച്ചയായിട്ടും വരാം. കണ്ടാൽ കുടുംബം തോന്നുന്നു സ്വല്പം ക്ഷീണമൊക്കെ ആ സമയം. ഏതായാലും അവിടെ പൊട്ടിയെന്ന് ബോട്ട് ലോഞ്ച് ചെയ്ത് ഒരു വാക്ക് പറഞ്ഞു, അടുത്ത വർഷം ഏറ്റവും ബമ്പർ ക്യാച്ച് ഈ ബോട്ടിനായി കിട്ടും. പക്ഷേ കൊച്ചിയെ ഞെട്ടിച്ചുകൊണ്ട് ഏറ്റവും വലിയ ബമ്പർ പണി കിട്ടിയ ബോട്ട് അടുത്ത വർഷം. ഒറ്റ ദിവസത്തെ ക്യാച്ചിന് 52 ലക്ഷം രൂപ കോവിഡിനൊക്കെ ശേഷം നമ്മളിങ്ങനെ കുടുംബമായി സഹോദരങ്ങൾ ഒരുമിച്ച് പപ്പായിച്ചന്റെ ഈ ഒരു ജന്മദിനം ആഘോഷിക്കാനിടയായത് വലിയൊരു ദൈവകൃപയും വലിയൊരു ദൈവാനുഗ്രഹം തന്നെയാണ്. ഇവിടെ നേരത്തെ അച്ഛനൊക്കെ സൂചിപ്പിച്ചതുപോലെ ആയുസിന്റെ അനുഗ്രഹം എന്ന് പറയുന്നത് തന്നെ തലമുറയുടെ നന്മ കാണാൻ സാധിക്കുന്നത്. അത് തീർച്ചയായിട്ടും പപ്പായിച്ചനെ സാധിച്ചു. മക്കളും സഹോദരങ്ങളും കൊച്ചുമക്കളും ഒരുമിച്ച് ആഘോഷിക്കാൻ സാധിക്കുന്നത്.
നമ്മളെല്ലാവരും ജീവിതത്തിൽ വഴി അന്വേഷിക്കുന്നവരാണ്. ഒന്നെങ്കിൽ പല രീതിയിൽ നമ്മൾ വഴി അന്വേഷിക്കുന്നവരാണ്. അപ്പോൾ ഈ ഒരു വഴി അന്വേഷിക്കുന്ന ആ ഒരു യത്നത്തിൽ പലരും വഴി തെറ്റി പോകുന്നുണ്ട്. മറ്റു ചിലർ സഞ്ചരിച്ച പാതയിൽ സഞ്ചരിക്കാറുണ്ട്, അതായത് വിജയിച്ച പാതകളിലൂടെ സഞ്ചരിക്കാറുണ്ട്. മറ്റു ചിലർ വഴി അന്വേഷിച്ച് പോയി പെരുവഴിയിൽ പോകാറുണ്ട്. വേറെ ചിലർ ഇങ്ങനെ പകച്ചു നിൽക്കുന്നുണ്ട് എങ്ങനെ ഇനി ജീവിതം മുന്നോട്ട് പോകുമെന്നുള്ളത്. അപ്പോൾ ഇതിന് എനിക്കിന്ന് പപ്പാച്ചനെ നോക്കി പറയാനുള്ളത്, വഴിയില്ലാത്ത സ്ഥലത്ത് വഴി വെട്ടിത്തെളിച്ച് തൻ്റെ കഴിവുകൾ രേഖപ്പെടുത്തുകയും അതുപോലെ തന്നെ മറ്റുള്ളവരുടെ ജീവിതത്തിൽ അർത്ഥവും പ്രചോദനവും നൽകിയ, അതായത് റോഡ് നോട്ട് ടേക്കൻ എന്നൊക്കെ പറയുന്ന പോലെ ഇല്ലാത്ത വഴി വെട്ടിത്തെളിച്ച് ഉണ്ടാക്കിയ ഒരു വലിയൊരു കഴിവിന്, വലിയൊരു അനുഗ്രഹത്തിന് ഒരു ഇതിഹാസം തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഞാൻ 23 വർഷം മുമ്പ് കല്യാണം കഴിഞ്ഞ് ഇവിടെ വന്നപ്പോൾ പപ്പായിച്ചൻ എന്ന ആ ഒരു വാക്ക് തന്നെ ഞാൻ ഷൊർണൂർ ഒഴിവാക്കി വളരെ പുതിയായിരുന്നു പപ്പായിച്ചൻ. അപ്പോൾ ഈ ഒരു വാക്കിന് ഞാൻ ഒരു അർത്ഥം കൊടുക്കുന്നത് സ്നേഹം, നന്മ എന്നൊക്കെയാണ്. കാരണം ഈ ഷൊർണൂർ അതിനുശേഷം എൻ്റെ ഫാദറും അതുപോലെ രാജപാപ്പൻ കമ്പാപ്പനും എല്ലാവരും പപ്പായിച്ചനായിട്ട് വിളിക്കുന്നത്. അവർക്ക് എല്ലാവർക്കും ആ വാക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. അപ്പോൾ എനിക്ക് തോന്നുന്നു കല്ലുവിള ഫാമിലിയിൽ മാത്രമേ ഈ വാക്ക് ഉള്ളൂ എന്നാണ് ഫാദറിനെ അഡ്രസ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ അച്ഛാന്ന് വിളിക്കുന്നത്. അപ്പോൾ ഞാൻ ഇവിടെ വന്നപ്പോൾ അരിവിനെ അച്ചാന്ന് വിളിക്കുന്നതായിട്ട്. അപ്പോൾ ഒരു ഡിഫറൻസ്. പക്ഷെ പപ്പായിച്ചൻ എന്ന വാക്കിൻ്റെ അർത്ഥം സ്നേഹം എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അപ്പോൾ നമ്മൾ ഈ ഒരു 84 വയസ്സ് പൂർത്തിയാക്കുന്ന ഈ ഒരു ശതാഭിഷേകം ആചരിക്കുന്ന ഒബ്സർവ് ചെയ്യുന്ന ഈ ഒരു സമയത്ത് ദൈവത്തിന്റെ സർവ്വ അനുഗ്രഹങ്ങളും ലഭിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. എന്നോട് പറയുന്ന 2-3 കോമൺ ആയിട്ട് ചോദിക്കും, എന്റെ വീട്ടിൽ 84 വയസ്സ് വരെ ആരും ജീവിച്ചിട്ടുണ്ട്. 84 വയസ്സ് വരെ ആരും ജീവിക്കുന്നു. പിന്നെ എന്താണെന്ന് വെച്ചാൽ പ്രാർത്ഥന. അച്ഛൻ പറഞ്ഞത് 23-ാം സങ്കീർത്തനത്തിൽ നന്മയും കരുണയും നിന്റെ ആയുഷ്കാലം ഒക്കെ. കുഞ്ഞുമോനച്ചായനെ ഞങ്ങൾ 1969 ഇവിടെ കൊച്ചി വരുമ്പോഴാണ് ഞാൻ ആദ്യമായിട്ട് കാണുന്നത്. ഇന്ന് എൻ്റെ മകൻ അപ്പയമ്മയ്ക്ക് ഇന്ന് കുഞ്ഞുമോനച്ചായൻ്റെ അവിടെ പോകാമെന്ന് പറഞ്ഞു ഉടനെ എൻ്റെ മകൻ ഇന്ന് കാനഡയിൽ നമ്മൾ പറഞ്ഞു, ഞങ്ങൾ അന്വേഷണം പറയണം, എനിക്ക് ആ അങ്കിളിനെ വലിയ ഇഷ്ടമാണെന്ന്. ഞങ്ങൾ എൻ്റെ അഭിജയുടെ വലിയ അടുത്ത ഒരു സുഹൃത്തായിരുന്നു കുഞ്ഞുമോനച്ചാൻ. ഞങ്ങൾ മുമ്പേ അച്ഛനൊരു വാക്ക് പറഞ്ഞു, അത് തന്നെ പിന്നെ റിപ്പീറ്റ് ചെയ്തു. നീതി സൂര്യനെ കണ്ട ഒരാൾ, ആ രശ്മി ഏറ്റ ആള്, ആ രശ്മി പലർക്കും പകർന്നു കൊടുത്ത ആള്, അങ്ങനെ പകർന്നു കൊടുത്ത രശ്മി അനുഭവിച്ചിട്ടുള്ള ഒരു കുടുംബമാണ് ഞങ്ങളുടെ കുഞ്ഞുമോനച്ചായൻ്റെ കുടുംബം. ഞാൻ ഇവിടെ പറഞ്ഞതെല്ലാം ഞാൻ അടിവരയിട്ട് ഞാൻ ഒപ്പിട്ട് കൊടുക്കാം, എല്ലാം ശരിയാണ് പറഞ്ഞത്. ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞോളാം. ഒരു പ്രാവശ്യം ഞാൻ കുഞ്ഞുമോനച്ചായൻ്റെ ഓഫീസിൽ ചെന്നു. അവിടെ ചെന്നപ്പോൾ അവിടെ ഒരു പടം തൂക്കിയിരുന്നു. ആ പടം എന്നെ വളരെ ടച്ച് ചെയ്തു. നമ്മൾ സാധാരണ പറയും എല്ലാവരും കർത്താവിൻ്റെ പടം വെക്കും, കർത്താവ് പ്രാർത്ഥിക്കുന്ന പടം വെക്കും, അല്ലെങ്കിൽ അങ്ങനെയുള്ള പടങ്ങൾ വെക്കും. ഇവിടെ കാണുന്നത് ഒരു ബോട്ടിൽ ഒരാളതിൻ്റെ ആ സ്റ്റീറിങ്ങും ചിലതിരിക്കുന്നു. കർത്താവ് അവൻ്റെ കൂടെ തന്നെ നിന്നിട്ട് ഒരു കൈ ഇവൻ്റെ തോളെ വെച്ചിട്ട് ഇങ്ങനെ ചൂടുന്നു. ഞാൻ അങ്ങനത്തെ ഒരു പടം ആദ്യമായിട്ടാണ് കാണുന്നത്. ഞാൻ കുറച്ച് വാക്കുകൾ അഭിഷേകനെ പറ്റി സംസാരിക്കാൻ വേണ്ടിയാണ്. കുറച്ച് അഭിഷേകനെ പറ്റി കഴിഞ്ഞ 20 വർഷമായിട്ട് കുറച്ച് എൻ്റെ ലൈഫിൽ എങ്ങനെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ളത്. പക്ഷേ സ്പീച്ച് തുടങ്ങുമ്പോൾ ഞാൻ ഹൈലൈറ്റ് ചെയ്യുന്ന ഫാക്ട് എന്താ വെച്ചാൽ എൻ്റെ 2 ഗ്രാൻഡ് പാരൻസും അഭിഷേക്, സുമൻ അഭിഷേക്, കൊച്ചി അഭിഷേക്, രണ്ടുപേരും എൻ്റെ റോൾ മോഡൽസും ഇൻസ്പിറേഷനുമാണ്. പക്ഷെ അഭിഷേക് ബർത്ത്ഡേ ആയിരുന്ന അഭിഷേകിനെ പറ്റിയായിരിക്കും ഞാൻ സംസാരിക്കുന്നത്. പക്ഷേ അത് അഭിഷേക് ഈക്വലൻ്റ് ആയിട്ട് തന്നെയാണ് എപ്പോഴും ഞാൻ കണ്ടിരുന്നത്. എപ്പോഴും രണ്ടുപേരും ഒരുപോലെ തന്നെയാണ്. കൊച്ച് എൻ്റെ തന്നെയാണ്. Right from the beginning, I can confidently say that Apucha has been one of the most amiable, loving and caring grandfather one could ask for. ഞാനാണെങ്കിൽ 12th സ്റ്റാൻഡേർഡ് ബിഡ് ഇപ്പോൾ ഒരു ബിസിനസ്, ചെറിയൊരു ഫ്രണ്ട്സായിട്ടൊരു ചെറിയ ബിസിനസ് തുടങ്ങിയിരുന്നു. അപ്പം അത്
അപ്പച്ചനെ ഞാൻ പണ്ടോട്ട് കുഞ്ഞുനാൾ തൊട്ട് തന്നെ അപ്പച്ചനെ കാണുമ്പോൾ അപ്പച്ചനെ പോലെ ഒരു ബിസിനസ്മാൻ ആവണമെന്നായിരുന്നു ഏറ്റവും വലിയ ആഗ്രഹം. 35 വർഷം മുമ്പ് കണ്ടിട്ടുണ്ടായിരുന്നു കുറേ വർഷങ്ങൾ. ആ സമയത്തായിരുന്നു ഞങ്ങൾക്ക് ഒരു പള്ളിക്കാരും ജനങ്ങളോടുള്ള അനുഭവവും സ്നേഹവും. ആ സ്നേഹബന്ധങ്ങൾ ഭയങ്കരമായിരുന്നു. എന്നൊക്കെ പറയാതിരിക്കാൻ പറ്റില്ല. പ്രത്യേകിച്ച് ഞായറാഴ്ച ദിവസം കുടുംബവാനും പിള്ളേർക്കും സാധ്യത പള്ളി വരും. കുടുംബാരെ രണ്ടിനെയും പിടിച്ച് അടുത്ത് നിർത്തുമ്പോൾ ഒരു പുസ്തകം കയ്യിൽ കൊടുക്കും. പള്ളി പുസ്തകം നമ്മുടെ ആരാധനാക്രമം ആദ്യത്തെ ഒരു 3 കഴിഞ്ഞ് കഴിയുമ്പം കുമാർ പേജ് മറിച്ച് നിർത്തും. കുഞ്ഞുങ്ങൾ കേൾപ്പിട്ട് അടുത്ത പേജിൽ ഒരു പേജ് മാറ്റി കൊടുക്കുകയും ഒരു ചിട്ടയായിട്ട് ആ പള്ളി ക്രമങ്ങൾ പഠിപ്പിച്ചത് ഒരു പേരൻസും കൊല്ലംപള്ളിയിലില്ല. Family that prays together, stays together. That's what I am seeing here. I am so happy. ഞങ്ങൾ മൈമാനങ്കാരും അങ്ങനെ തന്നെയാണ് കേട്ടോ, ഒട്ടും കുറവല്ല. അത് ഞാൻ പറയുന്നു. പിന്നെ അവൻ you said your grandfathers are more good. No, I don't agree. Or behind every successful man there is a woman. Sorry, join me. ഞാൻ സമ്മതിച്ചത്. Grandmothers are very important. ഇത് ബർത്ത്ഡേ ആയതുകൊണ്ട് ഞാൻ എക്സ്ക്യൂസ് ചെയ്തിരിക്കുന്നു. അതർവൈസ് ഐ വോണ്ട്. അച്ഛാ സോറി. നമ്മളുടെ ഒരു വലിയൊരു ഫാഷൻ വീക്കൊക്കെ കഴിഞ്ഞ് ഈസ്റ്റർ കഴിഞ്ഞ് യേശുവിനെ ഉയർപ്പിച്ചിരിക്കുകയാണ്. യേശു ഉയർത്തെഴുന്നേറ്റു. ഇന്ന് ഈ റിസറക്റ്റഡ്. ദാറ്റ്സ് ദ ഗുഡ് ന്യൂസ്. സുവാർത്ത അതാണ് പറയാനുള്ളത്. ആൻഡ് കുഞ്ഞച്ചാന് ഇത്രയും ദീർഘായുസ്സും 1000 പൂർണ്ണചന്ദ്രനെ കാണുക എന്ന് പറയുന്നത് ആ തൊണ്ണൂറ് ആ സൈഡിലൊക്കെ ഒരു വലിയ ഒരു ഫംഗ്ഷനാണ്. 1000 സെലിബ്രേഷനാണ്. ബിക്കോസ് ഐ ഹാവ് അറ്റൻഡഡ് സോ മെനി ഫംഗ്ഷൻസ് ലൈക്ക് ദാറ്റ്. സോ ഒരു കവിത ഞാൻ ചൊല്ലുകയാണ്. 1000 പൗർണമി കണ്ടിട്ടും കുഞ്ഞോമോൻ ആരോമൽ കുഞ്ഞിന്റെ മാനസമല്ലോ. ആണോ? ആരോടും വൈരവും പകയുമില്ലല്ലോ, ആരിലും സൗഹൃദം ചൊരിയുന്നുണ്ടല്ലോ. ആകാശത്തുള്ള പിതാവിനോടെന്നും ആകെ നിറഞ്ഞുള്ള കൂറുമുണ്ടല്ലോ. ആശ്രയമില്ലാത്ത പാവങ്ങൾക്കായി ആദ്യന്തം സേവനം ചെയ്തിട്ടുണ്ടല്ലോ. ആയുരാരോഗ്യത്താൽ നൈനാന്റെ ജന്മം 1000 താരം പോൽ മിന്നിടുമല്ലോ. ആയുരാരോഗ്യത്താൽ നൈനാന്റെ ജന്മം 1000 താരം പോൽ മിന്നിടുമല്ലോ. 1000 താരം പോൽ മിന്നിടുമല്ലോ. 1000 താരം പോൽ മിന്നിടുമല്ലോ. ദൈവം അനുഗ്രഹിക്കട്ടെ. എല്ലാവിധ ആശംസകളും നേരുന്നു. ആ കാലെടുത്ത് കട്ടിലേൽ വെച്ച് ആണ് തന്റെ ജീവൻ പോയത്. That's a very blessed life. Have a blessed life. God bless you. കമ്പനിയിലുള്ള ആൾക്കാരെ, നമ്മളുടെ സ്റ്റാഫും ഒക്കെ എല്ലാവർക്കും വേണ്ടി നന്ദി രേഖപ്പെടുത്താനാണ് എന്നെ ഇവിടെ നിർത്തിയിരിക്കുന്നത്. ഞാനത് പ്രതീക്ഷിച്ചില്ല. കാരണം ഞങ്ങളുടെ കുടുംബത്തിലൊരു ചെറിയ ഞങ്ങളുടെ ഉപ്പപ്പന്മാർക്കും എല്ലാവർക്കും ഒരു പ്രശ്നമുണ്ട്. ഉപ്പപ്പം മറ്റുള്ള ബന്ധുക്കാർക്കും എല്ലാവർക്കും ഉള്ള വലിയൊരു പ്രശ്നമുണ്ട്. മൈക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഞങ്ങൾ പിന്നെ നിർത്താറില്ല. കാര്യം അത്ര വലിയ വർത്തമാനമാണ്. കാര്യം അല്ലെങ്കിൽ അതിൻ്റെ അത്ര വലിയ സ്റ്റേജുമായിട്ട് വലിയൊരു എന്താ പറയുക ഒരു ബന്ധമുള്ളതാണ്. അതുകൊണ്ട് ആരും തന്നെ മുന്നോട്ട് ഒരു മൈക്ക് വിളിക്കാനായിട്ട് വരാനായിട്ട് ആരും ഞങ്ങളെ ഇൻവൈറ്റ് ചെയ്യാറില്ല.
പിന്നെ എൻ്റെ ഒരു കസിനുണ്ട് അനൂപ്, കമ്പനിയുടെ സ്റ്റാഫിൻ്റെ പേരിലും എല്ലാവരോടുള്ള നന്ദി ഞാൻ അറിയിച്ചുകൊടുത്തു. ഇന്ന് വന്ന് ചേർന്ന എല്ലാവരോടും ഏറ്റവും വലിയ താങ്ക്സ് രേഖപ്പെടുത്തുന്നു. Happy birthday to you. Happy long life to you. Happy long life, dear to your side. എല്ലാവരെയും സഹായിക്കണമെന്ന് യേശുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കേൾക്കണമേ. പിതാവായ ദൈവത്തിന്റെ സ്നേഹം നാം എല്ലാവരോടും വിശിഷ്യാൽ എന്നതിനും കൊണ്ടാടിയ പ്രിയപ്പെട്ടവരോടുകൂടിയും കുടുംബത്തോടുകൂടിയും മക്കളോടുകൂടി ഇരുന്ന് എല്ലാ പ്രിയപ്പെട്ടവരോടുകൂടിയും തലവണക്കിരിക്കുന്ന എല്ലാവരോടും കൂടിയും